ഹലോ, നമ്മളുടെ ഇന്നത്തെ റെസിപ്പി സോയ ചങ്ക്സ് കൊണ്ടിട്ട് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു പെപ്പർ റോസ്റ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ സോയ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം കുതിർത്തതാണ്. അപ്പോൾ കുതിർത്ത് വരുമ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വീർത്ത് കിട്ടും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ഇട്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം സോയയിൽ തന്നെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവും. പിന്നെ ഒരല്പം ഒരു 1/4 കപ്പ് അളവിൽ 1/4 കപ്പ് 1/2 കപ്പ് ആ ഒരു അളവിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് കുക്കർ മൂടിയിട്ട് ഒരു വിസിലും ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉടൻ തന്നെ ഓഫ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മീഡിയം സവാള, അതുപോലെ 2-3 പച്ചമുളക്, ഇത്രയും സാധനങ്ങളിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാള ഒന്ന് പാതി വേണ്ടിയിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറി വരുമ്പോൾ അത്യാവശ്യം ഒരു വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 വരെ ചേർക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ട് വന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. പെരുംജീരകം പൊടി അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്താ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. അത് വേറെ ഒന്നിനുമല്ല, നമ്മൾ ഈ സോയ ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു നനവിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഗ്രേവി ശരിക്കും ആ സോയയിലേക്ക് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സോയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ടാട്ടോ കുക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഗ്രേവിയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ആ സോയ ചങ്ക്സിലൊക്കെ പിടിച്ചിട്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ആ ഒരു ടേസ്റ്റ് പിടിക്കുന്ന അത്രയും നേരം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചപ്പാത്തിക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പമാണെന്നുണ്ടെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നമ്മൾ മീറ്റൊക്കെ ചെയ്യണ ആ ഒരു ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. പിന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസിപ്പി ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.